ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ജഗദീപ് സുസ്മിതയോട് പറയുന്നുണ്ട്, ഇലക്ഷനിൽ ഇനിയും നീ മത്സരിക്കാൻ നിന്നാൽ ഉറപ്പായിട്ടും പൊട്ടിപ്പോകുമെന്നൊക്കെ പറയുന്നു. എന്നിട്ടാണോ നീ ശാലിനിയുടെ മുന്നിൽ മുട്ടാൻ പോകുന്നത്? IAS എന്ന് പറഞ്ഞാൽ IAS തന്നെ, അതിന്റെ മുന്നിൽ അങ്ങോട്ട് ചെന്നാലൊന്നും ഒരു കാര്യവുമില്ലെന്നൊക്കെ പറയുന്നു. അതിന്റെ മുന്നിൽ നിനക്കൊരു പുൽക്കൊടിയുടെ വില പോലും ഇല്ല എന്നൊക്കെ പറയുന്നു. എന്തായാലും നീ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് പറഞ്ഞിട്ട് ശാലിനിയുടെ കാൽക്കൽ വീഴുന്നതായിരിക്കും നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നീ നാണം കെട്ടു പോകുമെന്നൊക്കെ പറയുന്നു. നിന്റെ ചിറ്റപ്പം പോലും ആണെങ്കിൽ ശാലിനിക്ക് സല്യൂട്ട് അടിച്ച് നിൽക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രബോസിന് അതോടെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. സുസ്മിത ഉടനെ തന്നെ ചിറ്റപ്പനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. സുസ്മിത ചിറ്റപ്പനോട് പറയുന്നുണ്ട്, ഇവനെ എന്റെ തലയിൽ വെച്ചതിന് ശാലിനിയെ വെടിവെച്ച് കൊല്ലാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണ്. ശ്യാമ പപ്പിക്കുട്ടി അന്വേഷിച്ച് നടക്കുകയാണ്. പപ്പിമോൾ അപ്പോൾ മുകളിൽ ഇരിപ്പുണ്ട്, കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് ശ്യാമ ചോദിക്കുന്നുണ്ട്, നിനക്ക് പനിയല്ലേ, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. പപ്പിമോൾ അപ്പോൾ പറയുന്നുണ്ട്, വല്യച്ഛനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ. പോലീസുകാർ ജീപ്പിൽ വിഷ്ണുവിനെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നു. പപ്പി അത് കണ്ടിട്ട് ഓടിപ്പോയി വല്യച്ഛന്റെ അടുത്തേക്ക് ചെല്ലുന്നു. വിഷ്ണു പപ്പിമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. പപ്പിമോളെ എടുത്ത് കറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിഷ്ണു വീട്ടിലേക്ക് വരുന്നു. എല്ലാവർക്കും വിഷ്ണുവിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. അർജുൻ പറയുന്നുണ്ട്, നമ്മുടെ മേലെ ഉണ്ടായിരുന്ന എല്ലാ കേസുകളും ആണെങ്കിൽ കളക്ടർ ഇല്ലാതാക്കിയിട്ടുണ്ടെന്നൊക്കെ. വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, പുതിയ കളക്ടറിനെ നമ്മൾ കണ്ടില്ലല്ലോ, പിന്നെന്താണ് അവര് നമുക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നു. അർജുൻ അപ്പോൾ പറയുന്നുണ്ട്, പഴയ കളക്ടർ അഴിമതിക്കാരനായിരുന്നു. പുതിയ കളക്ടറിനോട് എല്ലാ കേസുകളും ആണെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് അന്വേഷിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന്റെ അച്ഛൻ പറയുന്നുണ്ട്, സർക്കാരിന്റെ കാര്യമായതുകൊണ്ട് സർക്കാർ ചെയ്തതാണ് ഇങ്ങനെയൊക്കെ അല്ലേ, അല്ലാതെ നമ്മൾക്ക് ഫേവറിസം ഒന്നും ആരും ചെയ്തതല്ലല്ലോ എന്നൊക്കെ പറയുന്നു. രോഹിത് അപ്പോൾ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, ഇതിനു പകരമായിട്ട് ചന്ദ്രബോസിന് പണി കൊടുക്കണം, അവന്റെ വീട്ടിൽ പോയിട്ട് ഭാര്യയുടെയും കൊച്ചിന്റെ മുന്നിൽ വെച്ച് തന്നെ പണി കൊടുക്കണമെന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഭാര്യയും കുട്ടികളൊന്നുമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അത് മാത്രമല്ല എനിക്ക് കിട്ടിയതിന് ഞാൻ തന്നെ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നു. വിഷ്ണു പപ്പിമോളെയും എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് സത്യമ്മ പറയുന്നുണ്ട്, അവൻ വല്ലാതെ അങ്ങ് ഒതുങ്ങിപ്പോയെന്നൊക്കെ. രോഹിത് പപ്പിമോൾക്ക് പനി മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, വല്യച്ഛനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് പനിയെല്ലാം പോയെന്ന്. വിഷ്ണുവിന്റെ അച്ഛൻ സത്യാമ്മയോട് പറയുന്നുണ്ട്, നമ്മുടെ മകൻ ഒതുങ്ങിപ്പോയെന്ന് പറഞ്ഞില്ലേ, അതിനെല്ലാം കാരണം പപ്പിമോളാണ്. അവൾ വന്നതിന് ശേഷമാണ് വിഷ്ണുവിന് മാറ്റമൊക്കെ ഉണ്ടായത്. രണ്ടുപേർക്കും തമ്മിൽ ഒരുപാട് ഇഷ്ടമാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്നേഹം അവർക്കിടയിൽ ഉണ്ടെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കുറുപ്പ് സാറിനെ ശാലിനിയുടെ അയൽപ്പക്കക്കാരെയും ഒക്കെയാണ്. കുറുപ്പ് സാർ എല്ലാരോടും ശാലിനിയെ കുറിച്ച് പറയുന്നു. കുറുപ്പ് സാറിന് ശാലിനി എന്ന സ്റ്റുഡന്റ് അഭിമാനമാണെന്നൊക്കെ പറയുന്നുണ്ട്. ശാന്ത എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട്. കുറുപ്പ് സാർ ശാന്തയോട് ചോദിക്കുന്നുണ്ട്, ശാരദാമ്മ എവിടെയെന്ന്. ശാന്ത അപ്പോൾ പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. ശാരദാമ്മ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുകയാണ്, ഇങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുന്നു. വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ദൈവം സാധിച്ചു തന്നതെന്നൊക്കെ പറയുന്നു. കുറുപ്പ് സാറിനോട് ശങ്കർ ചോദിക്കുന്നുണ്ട്, ശാലിനിക്കാണെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ബംഗ്ലാവൊക്കെ കാണുമല്ലോ, പക്ഷെ ഇവിടെ താമസിക്കാൻ വരുന്നത് എങ്ങനെ ശരിയാകുമെന്നൊക്കെ ചോദിക്കുന്നു. മാഷ് അപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ ശാലിനി വേണ്ടാന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന്. അപ്പോൾ കുടുംബശ്രീ ഹോട്ടലാണെങ്കിൽ ശാരദാമ്മ നടത്തുമോ എന്നൊക്കെ ചോദിക്കുന്നു. അത് ശാലിനിക്ക് നാണക്കേടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. മാഷ് അപ്പോൾ പറയുന്നുണ്ട്, ആ ഹോട്ടൽ കാരണമാണ് ശാലിനി ഇവിടെ വരെ എത്തിയത്, അതുകൊണ്ട് അതൊരിക്കലും തള്ളിക്കളയില്ല എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് അവിടേക്ക് ജില്ലാ കളക്ടറിന്റെ വാഹനത്തിൽ ശാലിനി വരുന്നു. ശാലിനി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കുന്നു. ശാലിനിയെ കാണുമ്പോൾ ശാരദാമ്മ ഒരുപാട് സന്തോഷത്തോടെ വന്ന് ശാലിനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശാരദാമ്മ ശാലിനിയോട് പറയുന്നുണ്ട്, മോൾ ഒരുപാട് വളർന്നു വലുതായതുപോലെ തോന്നുന്നു, കാട്ടിൽ പക്വതയും വന്നതുപോലെയൊക്കെ തോന്നുന്നെന്ന് പറയുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ ഈ പുറമേ ഉള്ള തോന്നൽ മാത്രമാണ്, ഞാൻ എപ്പോഴും പഴയ ശാലിനി തന്നെയാണെന്ന് പറയുന്നു. ശാലിനി ശാരികയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാജീവിനെ തിരക്കുന്നുണ്ട്. ശാന്തയോടും കുറുപ്പ് മാഷിനോടും എല്ലാം ശാലിനി സംസാരിക്കുന്നുണ്ട്. ശാരദാമ്മ പറയുന്നുണ്ട്, കുറുപ്പ് മാഷിന്റെ അനുഗ്രഹമാണ് ആദ്യം വേണ്ടതെന്ന്. കുറുപ്പ് മാഷ് അപ്പോൾ പറയുന്നുണ്ട്, അധ്യാപകനെക്കാട്ടിൽ ഏറ്റവും വലിയ ഗുരു അമ്മ തന്നെയാണെന്ന്. ശാലിനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ശാരദാമ്മയിൽ നിന്ന് തന്നെയായിരുന്നു എന്നൊക്കെ പറയുന്നു. ശാരദാമ്മ പറയുന്നുണ്ട്, ഇത്രയും വർഷം എനിക്ക് ഈ കടയൊക്കെ ഓടിച്ച് ഇതുവരെ എത്താൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനി എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, ഇനിയും എന്റെ നാടും വീടുമെല്ലാം എന്റെ മകൾ നോക്കിക്കോളുമെന്നൊക്കെ പറയുന്നു. ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, മോൾ എവിടെയെന്ന്.
ശാലിനി അപ്പോൾ പറയുന്നുണ്ട് അവൾ കുറച്ച് ടയേർഡ് ആയിരുന്നു അതുകൊണ്ട് ഉറങ്ങിപ്പോയെന്ന്. പക്ഷെ ഇപ്പൊ കാറിലുണ്ടെന്ന് പറയുന്നു. ശാലിനി കാറിന്റെ അടുത്തേക്ക് പോയിട്ട് മോളെ വിളിക്കുന്നത് സത്യഭാമ എന്നാണ്. മോൾ കിട്ടേക്കുന്ന പേര് സത്യഭാമ എന്നാണ്. അത് കേൾക്കുമ്പോൾ എല്ലാവരും അതിശയത്തോടെ മോളെ നോക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്